നമസ്കാരം സുഹൃത്തുക്കളെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, മഴയുടെ താണ്ഡവം കുറച്ച് കുറഞ്ഞ് വെള്ളമെല്ലാം ഇറങ്ങിത്തുടങ്ങി, കുറച്ച് ആശ്വാസമായി. പക്ഷേ വളരെ പെട്ടെന്നുണ്ടാകുന്ന 1-2 ദിവസത്തെ ഈ മേഘ സ്ഫോടനത്തിൽ അല്ലെങ്കിൽ വിസ്ഫോടനത്തിൽ, ഈ ഔട്ട്ബേസ്റ്റ് ഓഫ് ദീസ് ക്ലൗഡ്സ്, ഈ ക്ലൗഡിൻ്റെ ഔട്ട്ബേസ്റ്റിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും അധികം വെള്ളം പൊങ്ങി, ഇങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഈ വെള്ളപ്പൊക്കത്തിന് കാരണം എന്താണ്? 2018 വെള്ളപ്പൊക്കത്തിൽ തന്നെ ഗവൺമെൻറ് ഊർജിത നടപടികൾ എടുക്കുമെന്നും അത്യാഹിത വിഭാഗത്തിൽ താമസിക്കുന്ന ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. ഈ വെള്ളം പൊങ്ങുമ്പോൾ മാത്രം എല്ലാവരും മുതലക്കണ്ണീരുമായിട്ട് വരും. പക്ഷേ സത്വരമായ നടപടികളെടുക്കില്ല. ഗവൺമെൻറ് നദികളിലെ മാലിന്യം നീക്കം ചെയ്യുകയും തടാകങ്ങളിലെ മാലിന്യവും ചെളിയും മാറുകയും സംഭരണശേഷി കൂട്ടുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്രമാത്രം വെള്ളപ്പൊക്കം ഉണ്ടാവുകയുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ പാല, കോട്ടയം, അതേപോലെ തന്നെ ആറന്മുള പ്രദേശവും പാല, കോട്ടയം, ചെങ്ങന്നൂർ പോലുള്ള ഈ വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വെള്ളം പൊങ്ങുന്നത്. ആലപ്പുഴയിലൊക്കെ നമുക്കറിയാം. ഈ വെള്ളപ്പൊക്കത്തിന് കാരണം മുൻകൂട്ടി പഠനം നടത്തിക്കൊണ്ട് അത് സത്വരമായിട്ട് അതിന് നടപടി ഗവൺമെൻറ് എടുക്കേണ്ടതാണ്. നദികളിലെ മണലും ചെളിയും മാലിന്യങ്ങളും എല്ലാം നീക്കം ചെയ്യുകയും ആഴം കൂട്ടുകയും, അതോടൊപ്പം നമ്മുടെ ബിൽഡിംഗ് നിർമ്മാണത്തിൻ്റെ അപാകതകളും ഉണ്ട്. ബിൽഡിംഗ് നിർമ്മാണത്തിൽ വലിയ മതിൽ കെട്ടി വെള്ളം തിരിച്ചു കഴിയുമ്പോൾ ആ മതിൽ കയറാതിരിക്കുന്നതിന് വേണ്ടി മതിൽ കെട്ടും. അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എല്ലാം കൂടി വന്ന് ആ ഭാഗങ്ങൾ കൂടുതൽ വെള്ളത്തിൽ മുങ്ങും. അമേരിക്കയിലൊക്കെ പോലെ തന്നെ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് മതിലുകളൊന്നുമില്ല. ഒരു നില തന്നെ ഫ്രീ ആയിട്ട് തൂണിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വെള്ളം അടിയിൽ കൂടെ ഒഴുകിപ്പോകും. മതിലുകളില്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ ഉയർച്ച കുറയും, വെള്ളത്തിൻ്റെ ഹൈറ്റ് കുറയും. ഇങ്ങനെയൊക്കെയുള്ള പാരിസ്ഥിതികമായ പഠനം നടത്തിയിട്ട് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് താഴ്ന്ന പ്രദേശങ്ങളിലെ വീട് നിർമ്മാണവും വേലി നിർമ്മാണവും അതേപോലെ മണൽ വാരലും പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള മണൽ വാരലും നദി ക്ലിയർ ചെയ്യലും ഇതൊക്കെ ഗവൺമെൻറ് സത്വരമായി നടപ്പാക്കണമാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സമയത്ത് തന്നെ ഉടനടി തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം കെട്ടിക്കിടന്നിരുന്ന പ്രദേശങ്ങളിലെ ആറന്മുളയും പാലായും അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉടനടി തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം. വി.ഡി. സതീശൻ ഗവൺമെൻറ് അതിനെപ്പറ്റി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 2018 ഗവൺമെൻറ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആകപ്പാടെ ഘോരം പ്രസംഗിച്ചിട്ട് കടന്നു പോയത് മാത്രമേ ഉള്ളൂ. കോൺട്രാക്ടർമാർക്ക് അടുക്കൽ നിന്ന് കൈക്കൂലിയും പണസമ്പാദനത്തിനും വേണ്ടിയിട്ട് മണൽ വാരാൻ സമ്മതിക്കാതെ ക്വാറികളെല്ലാം നടത്തിപ്പി ക്വാറികൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി മണൽ വാരൽ നിർത്തിവെച്ചു എന്നൊക്കെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും സുഹൃത്തുക്കളെ, ഇത് ജനങ്ങൾക്കും ഗവൺമെൻറ്റിനും മറ്റുള്ള പരിസ്ഥിതി സ്നേഹികൾക്കുമൊക്കെ ഇതൊരു പാഠമായി കൊണ്ട് കേരളത്തിൻ്റെ എത്രയോ കോടികളാണ് നശിപ്പിക്കപ്പെടുന്നത്. ഈ അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും ദുരന്തവും മൂലം ഗവൺമെൻറ്റിൻ്റെ എത്രമാത്രം കർമ്മശേഷിയാണ് നിശ്ചലമായി പോകുന്നത്. ഇതൊക്കെ പുരോഗതിക്കും ജനത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് ഈ പൈസയൊക്കെ ഈ ധനമൊക്കെ ഉപയോഗിക്കാൻ കഴിയും. അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പാർട്ടി താല്പര്യങ്ങൾക്കും വേണ്ടി അഴിമതി നടത്താനുള്ള ഇടമല്ലാതെ പൊതുജന സേവനത്തിനായിട്ട് ഗവൺമെൻറ് പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം. ഗവൺമെൻറ് ഊർജിതമായി പ്രവർത്തിക്കുമെന്നാണ് വി.ഡി. സതീശൻ ഗവൺമെൻറ് പറയുന്നത്. മീനച്ചിലാറും അതേപോലെ പമ്പയും ഒക്കെയാണ് വെള്ളം പൊങ്ങുന്ന പ്രദേശങ്ങൾ. ഇവിടെയൊക്കെ ക്ലിയർ ചെയ്ത് പരമാവധി മനുഷ്യസാധ്യമായ രീതിയിൽ ഒക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള മണൽ വാരലും ചെളി വാരലും ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് സംസ്ഥാനത്തിന് വരുമാനവും ലഭിക്കും. അതോടൊപ്പം ജനങ്ങൾ സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഗവൺമെൻറ് നടപ്പാക്കുമെന്ന് കരുതാം. എന്തായാലും ഇപ്പം അത്യധികം കൊട്ടിഘോഷിച്ചുണ്ടാക്കിയ റോഡ് കണ്ടില്ലേ, MC റോഡ്, അതൊക്കെ ഇപ്പം വെള്ളം ഇറങ്ങി സഞ്ചാരയോഗ്യമായിട്ട് വരുന്നുണ്ട്.
വരുന്നുണ്ട്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.